ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ച ഏത്തക്ക കൊണ്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഈ കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഈ ഏത്തക്ക കറി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഒരു സവാള നമ്മൾ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഈ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി എടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ എടുത്തിട്ടുള്ളത് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരകിയത് വേണം. അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുതിർക്കാനായി വച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഏത്തക്ക കറി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഏത്തക്ക ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഏത്തക്ക നമ്മൾ കനം കുറച്ച് ഇതുപോലെ നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാത്രമൊക്കെ അടുപ്പിൽ വെച്ച് ഒരു പാത്രമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്നിവിടെ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് നമ്മളിത് ഒന്നുകൂടി നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ച ഏത്തക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ഈ പച്ചക്കായ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിയാണ് ചേർക്കാനുള്ളത്. നമ്മൾ നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. പുളിവെള്ളമൂടി ചേർത്ത് നമ്മളിത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഏത്തക്ക ഈ പുളിവെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്കിതൊരു പാത്രം കൊണ്ട് അടച്ച് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ കറി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ കറി വേവുന്ന സമയം കൊണ്ട് നമുക്കിത് ചേർക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ കറി ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം.
ഇതുപോലെ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മൾ എരിവനുസരിച്ചിട്ട് വേണം ചേർക്കാനുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് വെച്ച് അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ ഏത്തക്കയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഏത്തക്കയൊക്കെ ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി ഈ പാത്രം കൊണ്ട് അടച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി നല്ലപോലെ ഇളക്കി ചേർക്കാം. തക്കാളിയും കൂടി ചേർത്ത് ഈ കറി നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റി ഈ കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അരച്ച തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഈ കറി ഒന്ന് ഇളക്കി ചേർക്കാം. അരച്ച് ചേർത്ത തേങ്ങയും കൂടി ചേർത്ത് ഈ കറി നമ്മൾ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ ഉപ്പ് കൂടി ചേർത്ത് ഈ കറി ഒന്നുകൂടി നല്ലപോലെ ഇളക്കിയെടുക്കണം. അരച്ച് ചേർത്ത തേങ്ങയും കൂടി ചേർത്ത് ഈ കറി ഒന്നുകൂടി നമുക്ക് നല്ലപോലെ തിളപ്പിക്കാം. നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കറി നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച തേങ്ങയും കൂടി ചേർത്ത് ഈ കറി നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കടുക് കൂടി വറുത്ത് ചേർക്കാം. നമുക്ക് കടുക് വറക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നല്ലതുപോലെ പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. നമുക്ക് ഈ വറുത്ത കടുക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പച്ച ഏത്തക്ക കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ വറുത്ത് ചേർത്ത കടുകും കൂടി ചേർത്ത് നമുക്ക് ഈ കറി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പച്ച ഏത്തക്ക കൊണ്ട് തയ്യാറാക്കിയ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പച്ച ഏത്തക്ക കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഏത്തക്ക കറി. ഈ കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാവരും കഴിച്ച് നോക്കുക. താങ്ക് യു.